അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തിയാട്ടക്കാരും അകന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ഭാഗരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. നമ്മൾ ഈ വചനഭാഗത്ത് കുറേ പാപത്തിൻ്റെ മേഖലകൾ നമ്മൾ കേട്ടു. അവിടെ പറയുന്നു, ഒന്നിനും വഴങ്ങാത്തവർ, മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ, ഒന്നിനും വഴങ്ങത്തില്ല. കടുപ്പമുള്ള ഹൃദയത്തിൻ്റെ ഉടമകൾ, ക്രൂരന്മാർ, നന്മയെ വെറുക്കുന്നവർ, വഞ്ചകർ, എന്തു വഞ്ചന ചെയ്യാനും മടിയില്ലാത്തവർ, എടുത്തുചാട്ടക്കാർ, അകന്ത ഉള്ളവർ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തി നിറഞ്ഞവർ. ദൈവത്തെ സ്നേഹിക്കാനായിട്ട് അവർക്ക് സമയമില്ല. ജഡിക സുഖഭോഗങ്ങളിൽ ആസക്തി കൊണ്ട് നിറഞ്ഞ വ്യക്തികൾ. അവർ ഭക്തിയുടെ ഭാഗ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഭക്തിയുടെ ഭാഗ്യരൂപമുണ്ട്, പുറമെ ഭക്തനാണ്, പക്ഷേ ഉള്ളിൽ വെറും മ്ലേച്ഛത നിറഞ്ഞ മനുഷ്യർ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അശുദ്ധി നിറഞ്ഞവർ, വഞ്ചന നിറഞ്ഞവർ, ഭോഗാസക്തിക്ക് അടിമകളായവർ, രഹസ്യമായിട്ട് ജഡിക പാപങ്ങൾ ചെയ്യുന്നവർ, രഹസ്യമായിട്ട് മദ്യപിക്കുന്നവർ, അശുദ്ധിയിൽ ജീവിക്കുന്നവർ. പുറമെ ഭക്തിയുടെ ഭാഗ്യരൂപമുണ്ട്. പുറമെ ആൾ കണ്ടാൽ ഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ടായിരിക്കാം, പള്ളി പോകുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഉള്ളിൽ മ്ലേച്ഛത നിറഞ്ഞ ധാരാളം ആളുകൾ ഉണ്ട് എന്ന് വചനം പറയുന്നു. ഗലാത്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 5-ാമത്തെ അധ്യായത്തിൽ 18 വചനങ്ങൾ. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ ഞങ്ങൾ നിയമത്തിനു കീഴല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം. ഈ ജഡത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും ജഡത്തിൻ്റെ വ്യാപാരമാണ് വ്യഭിചാരം, അശുദ്ധിയുടെ പാപങ്ങൾ, കണ്ണിൻ്റെ ആസക്തി. ഹോസിയ 5:4 വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ പിടികൂടിയിരിക്കുന്നു. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് അവരെ ബന്ധിച്ചിരിക്കുന്നു. അവർക്ക് കർത്താവിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നില്ല. അശുദ്ധിയുടെ ജീവിതം, ദുർവൃത്തി, വിഗ്രഹ ആരാധന, അന്യദൈവ ആരാധന. കൊളോസോസ് 3:5 ദ്രവ്യാസക്തി തന്നെ ആകുന്ന വിഗ്രഹ ആരാധന. ക്രിസ്തുവിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാതെ പണത്തിന്, ലോകത്തിന്, വ്യക്തികൾക്ക് പലതിനും സ്ഥാനം കൊടുത്തിരിക്കുക. അത് വിഗ്രഹാരാധനയാണ്. ആഭിചാരം ചെയ്യുക, ശത്രുത, പലരോട് ഹൃദയത്തിൽ ശത്രുതയുണ്ട്, വൈരാഗ്യമുണ്ട്, കലഹം, കുടുംബത്തിൽ കലഹം, ഒരു സ്വസ്ഥതയില്ല, ഭാര്യ ഭർത്താക്കന്മാർ വഴക്ക്, മക്കൾ വഴക്ക്, ഒരു സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾ, അസൂയ, മറ്റുള്ളവരുടെ നന്മയിൽ, ഉയർച്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഹൃദയം നിറയെ അസൂയ നിറഞ്ഞു നിൽക്കുക. കോപം, എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ചീത്ത വിളിക്കും, അശ്ലീലം പറയും, ഭാര്യ ഭർത്താവിനെ ചീത്ത വിളിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. കോപം, കഠിനമായ കോപം, മാത്സര്യം, അതായത് ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരമല്ല, അതിനപ്പുറം ഏതു വിധത്തിലും ഒരാളെ തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താനുള്ള മാത്സര്യ ചിന്ത, ഭിന്നത, കുടുംബത്തിൽ ഭിന്നത, സഭയിൽ ഭിന്നത, സമൂഹത്തിൽ ഭിന്നത, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഭിന്നത, എവിടെയും ഭിന്നത, ഡിസ്യൂണിറ്റി ഉണ്ടാക്കുന്ന സ്പിരിറ്റ് പല വ്യക്തികളിലുമുണ്ട്. ഭിന്നതയുടെ ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നവർ, വിഭാഗീയ ചിന്ത, ഗ്രൂപ്പ് തിരിഞ്ഞ് വിഭാഗീയ ചിന്തകളിൽ പെട്ടിരിക്കുന്നവർ, മനസ്സിൽ വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, പ്രതികാരത്തിൻ്റെ ചിന്തകൾ, ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല. എബ്രായർ ലേഖനം 12:15 വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അവരിൽ പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. വിദ്വേഷത്തിൻ്റെ വേര്, വെറുപ്പിൻ്റെ വേര്, പലരുടെ ഹൃദയം നിറയെ വെറുപ്പ, മനസ്സിൽ വെറുപ്പ്, വൈരാഗ്യം നിറഞ്ഞു നിൽക്കുക. എവിടെ പറയാം? വിദ്വേഷം മനസ്സിൽ നിന്ന് മാറ്റണം, വെറുപ്പ് ഉപേക്ഷിക്കണം, ക്ഷമിക്കണം. നമ്മളെ ദ്രോഹിച്ചവർക്ക്, വേദനിപ്പിച്ചവർക്ക്, പീഡിപ്പിച്ചവർക്ക് ക്ഷമ കൊടുക്കണം, മാപ്പ് കൊടുക്കണം. നമ്മൾ വിദ്വേഷം പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്ന് മാറ്റണം. മദ്യപാനം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് ദൈവരാജ്യമില്ല. ദൈവകൃപം ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എബ്രായർ 12:15 ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം
പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. പലരുടെയും ഹൃദയത്തിൽ വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, വൈരാഗ്യ ചിന്തയുണ്ട്, പ്രതികാരത്തിൻ്റെ മനോഭാവമുണ്ട്. ഇത് മാറ്റണം. വെറുപ്പിൻ്റെ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റണം. ഈ വെറുപ്പ് നിന്നെ നശിപ്പിക്കും. മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ വിദ്വേഷം, വൈരാഗ്യം നിന്നെ രോഗിയാക്കി മാറ്റും. നിന്റെ ശരീരത്തെ ക്ഷമിക്കുന്നില്ലെങ്കിൽ നീ രോഗിയായിത്തീരും. ചിലരുടെ മനസ്സിൽ ക്ഷമിക്കാൻ ഭയങ്കര പാടാ. മനസ്സിൽ കടുത്ത വൈരാഗ്യമായിട്ട് ജീവിക്കുന്ന ചിലരുണ്ട്. ഓർത്തുകൊള്ളുക, കടുത്ത വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് പ്രതികാര ചിന്ത, വിദ്വേഷം വളർന്ന് ചില വ്യക്തികളെ ശരീരം തളർന്നു പോയിട്ടുണ്ട്. ചില ത്വക്ക് രോഗങ്ങൾ, ഓർമ്മശക്തിയില്ല, പല രോഗത്തിൻ്റെ മുന്നിൽ മനസ്സുള്ള വെറുപ്പും വൈരാഗ്യമുണ്ട്. ഒരിക്കൽ നമ്മുടെ ധ്യാനത്തിന് വന്ന ഒരു സഹോദരി എലിസബത്ത് എന്ന പേര്, മറന്നുപോകാത്തൊരു പേരാ. അവളുടെ നാട് ചാലക്കുടിയാണ്. സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യുന്നു. അവളുടെ ലങ്സിന് ക്യാൻസർ ബാധിച്ചു. ധ്യാനത്തിന് വന്നപ്പോൾ കോട്ടയത്ത് താമസിച്ചുള്ള ധ്യാനം കൂടുക. എൻ്റെ ഇടയിൽ വന്ന് ഇക്കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവ് എന്തിയെ? മക്കൾ എത്ര പേരുണ്ട്? 2 പെൺമക്കളുണ്ട്. അവർ സ്വിറ്റ്സർലൻഡിലാണ്. ഭർത്താവ് സ്വിറ്റ്സർലൻഡിലുണ്ട്. ഭർത്താവും ഞാനുമായിട്ട് 16 വർഷമായിട്ട് പിരിഞ്ഞിരിക്കുക. ഡിവോഴ്സൊന്നും ആയിട്ടില്ല. ഭർത്താവ് ഒരു വീട് മേടിച്ചിട്ടുണ്ട്. ഭർത്താവ് മദ്യപാനം, തോന്നിവാസ ജീവിതമാണ്. എനിക്ക് ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധം വിട്ടു. ഞാൻ എൻ്റെ മക്കളെയായിട്ട്, പെൺമക്കളെയായിട്ട് ജീവിക്കുക. പെൺമക്കളൊക്കെ വളർന്നു മുതിർന്നു, അവർക്ക് ജോലിയൊക്കെ ആയി. ഈ പെൺമക്കൾ അപ്പനെ കാണാനൊക്കെ പോവും. ഇവർ പറഞ്ഞു, 16 വർഷമായിട്ട് എൻ്റെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പാ, വൈരാഗ്യമാണ്. മനുഷ്യ മദ്യപാനം, തോന്നിവാസ ചെയ്ത എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ നിരുപാധിക ക്ഷമ കൊടുക്കാതെ നിങ്ങളുടെ ക്യാൻസർ സൗഖ്യം പ്രാപിക്കത്തില്ല. ഞാൻ പറഞ്ഞ വാക്കാ. നിങ്ങൾ എത്ര ധ്യാനം കൂടിയാലും ഇങ്ങനെ പറഞ്ഞു, നായിക്കമ്പറമ്പിലച്ഛൻ നിങ്ങളുടെ തല കൈ വെച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഈ ക്യാൻസർ സൗഖ്യമാകില്ല. കാരണം മനസ്സിൽ ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഭർത്താവിനോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചാൽ നിങ്ങളുടെ ലങ്സിൻ്റെ ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരോട് സംസാരിച്ചു. അവസാനം ആ ചേച്ചി പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം. തലക്കൈ വെച്ചൊക്കെ പ്രാർത്ഥിച്ചു. കരയാൻ തുടങ്ങി. അവസാനം അവർ ദൈവസന്നിധിയിൽ ക്ഷമിച്ച് ഭർത്താവിന് മാപ്പ് കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിച്ചു. ആ ധ്യാനം കൂടിയിട്ട് പോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കോട്ടയത്ത് ധ്യാനിക്കാൻ വന്നു, താമസമുള്ള ധ്യാനത്തിന്. അവരുടെ കൂടെ ഭർത്താവുമുണ്ട്. അന്നവിടെ അവർ സാക്ഷ്യം പറഞ്ഞ സാക്ഷ്യം ഇതായിരുന്നു: ആ ധ്യാനത്തിൽ പൂർണ്ണമായിട്ടും ഭർത്താവിനോട് ക്ഷമിച്ചു. സ്വിറ്റ്സർലൻഡിൽ ചെന്നു. അതിനുശേഷം തൻ്റെ മക്കളെ 2 കൂട്ടി ഭർത്താവിൻ്റെ അടുക്ക് ചെന്നു, ക്ഷമ ചോദിച്ചു. പരസ്പരം ക്ഷമ ചോദിച്ച് രമ്യതപ്പെട്ടു, ഐക്യപ്പെട്ടു. അവർ ഒന്നിച്ച് ജീവിതം ആരംഭിച്ചു. അതിനുശേഷം പരിശോധനയിൽ എലിസബത്തിൻ്റെ ലങ്സിന് ക്യാൻസർ ഇല്ല. ലങ്സിലെ ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കി. എലിസബത്തിൻ്റെ ലങ്സിലെ ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കി. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മനസ്സിലെ വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പിൻ്റെ ചിന്തകളും നമ്മളെ രോഗിയാക്കി മാറ്റും. നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ത്വക്ക് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ചിലരുടെ ആസ്മ രോഗം, ഇതിൻ്റെ ഒക്കെ കാരണം ഈ വെറുപ്പും വൈരാഗ്യമാണ്. പല രോഗത്തിൻ്റെ കാരണം ഇതാണ്. അതുകൊണ്ട് മനസ്സിൽ നിന്ന് വെറുപ്പും വൈരാഗ്യമൊക്കെ മാറ്റി ആരോടൊക്കെ ക്ഷമിക്കാനുണ്ട്, ഭർത്താവിനോട്, മക്കളോട്, അപ്പനോട്, അമ്മയോട് ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിലും അവർക്കൊന്ന് ക്ഷമിച്ച് നിങ്ങൾ മാപ്പ് കൊടുത്താൽ അത്ഭുത രോഗശാന്തി നിങ്ങൾക്ക് കർത്താവ് നൽകും. ക്ഷമിക്കാതെ സൗഖ്യം പ്രാപിക്കാമെന്ന് ആരും മോഹിക്കണ്ട. ക്ഷമിക്കാതെ സൗഖ്യം ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 7-ാം അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനങ്ങൾ. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുർചിന്ത, അതായത് ദുഷിച്ച ചിന്തകൾ, മ്ലേച്ഛ ചിന്തകൾ, പരസംഗം. പരസംഗം എന്ന് പറഞ്ഞാൽ പരപുരുഷബന്ധം, പരസ്ത്രീബന്ധം. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്,
പരപുരുഷബന്ധം, പരസ്ത്രീ ബന്ധം, മോഷണം, കൊലപാതകം. ഹോസിയ 9:14 കർത്താവേ നീ അവർക്ക് എന്ത് കൊടുക്കും? കർത്താവ് അരുളി ചെയ്തു, ഞാൻ അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങൾ കൊടുക്കും. അബോർഷൻ, കൊലപാതകം വലിയ പാപമാണ്. ഒരമ്മ തൻ്റെ ഗർഭപാത്രത്തെ കുഞ്ഞിനെ കൊന്നാൽ അത് അബോർഷനാണ്, കൊലപാതകമാണ്. ഒരിക്കലും കൊലപാതകം ചെയ്യാൻ പാടില്ല, അബോർഷൻ ചെയ്യാൻ പാടില്ല. അത് വലിയ പാപമാണ്. ആ രക്തം നിങ്ങൾക്കെതിരെ നിലവിളിക്കുന്ന പാപമാണ്. അബോർഷൻ ചെയ്തവർ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊള്ളുക, കർത്താവ് മാപ്പ് തരട്ടെ. കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം. നാവിൻ്റെ പോവ. കള്ളം പറയുക, കുറ്റം പറയുക, ചീത്ത വിളിക്കുക, വിമർശിക്കുക, അശ്ലീലം പറയുക, ശപിക്കുക. നാവിൻ്റെ പാപങ്ങളാണിതില്ല. നാവിനെ നമ്മൾ സൂക്ഷിക്കുക, നന്നായിട്ട് നാവിനെ സൂക്ഷിക്കുക. ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഹല്ലേലൂയ. നീ ചെയ്യുന്ന ഈ പാപങ്ങൾ നിന്നെ അശുദ്ധനാക്കുകയാണ്. പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിയുക, മാറി നിൽക്കുക. യെശയ്യ 22:13-14 എന്നാൽ അവിടെ ആഹ്ലാദ തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അവിടെ ഇറച്ചുതീറ്റയും വീഞ്ഞുകുടിയും. നമുക്ക് തിന്നുകുടിച്ചു മതിക്കാം, നാളെ നമ്മൾ മരിക്കുമെന്നവർ പറയുന്നു. സൈന്യയുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, നിന്റെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടത്തില്ല. എന്താ ചെയ്യുന്ന പാപം? അവിടെ ഇറച്ചുതീറ്റിയും വീഞ്ഞുകുടിയുക. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ഈസ്റ്റർ അല്ലെ ഒരു ക്രിസ്തുമസ്, ഓണം ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പരിപാടി? കള്ളുകുടി, വീഞ്ഞുകുടി, മദ്യപാനം, ഇറച്ചുതീറ്റിയായിട്ടാണ് പല ക്രിസ്ത്യാനികളുടെ വിടും. അത് മറ്റല്ല, ഒത്തിരി ആളുകൾ അങ്ങനെ തന്നെയാണ്. ഈ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ സമയത്ത് കോടിക്കണക്കിന് രൂപയാ കേരളത്തിൽ വിറ്റത്. കോടിക്കണക്കിന് രൂപ. 600 കോടി എന്ന് പറ്റേണ്ട കണക്കുണ്ടോ? 600 കോടി രൂപ അടുത്തും മദ്യം 4-5 ദിവസം കൊണ്ട് കേരളത്തിൽ വിറ്റു. മദ്യത്തിന് അടിമകളായ മനുഷ്യർ, കൂലിപ്പണിക്കാർ പോലും ഇന്ന് മദ്യത്തിന് അടിമകളാണ്. കുടുംബം പുലർത്തേണ്ടവർ 10,000 രൂപ ജോലി ചെയ്താൽ കിട്ടും. അതിൽ നല്ലൊരു ശതമാനം കുടിച്ച് നശിപ്പിക്കുന്ന ധാരാളം ആളുകൾ. മദ്യപാനത്തിൽ പിന്മാറുക. അവിടെ ഇറച്ചുതിറ്റിയും വീഞ്ഞുകുടിയും. നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കുമെന്നവർ പറയുന്നു. കണ്ടോ, അവർ പറയാ നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം, സുഖിച്ച് ജീവിക്കാം, നാളെ മരിക്കും. അതുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് തിന്നുകുടിച്ച് മതിച്ച് സുഖിച്ചങ്ങോട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ ഈ വിധ ചിന്തകളിൽ നിന്ന് പിന്മാറണം. മദ്യപിക്കുന്ന ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കണം, മദ്യം എനിക്ക് വേണ്ട, മദ്യപാനം ഉപേക്ഷിക്കണം. മദ്യം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കും. മദ്യം നിങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയും. ഹല്ലേലൂയ. മദ്യപാനം, മറ്റ് പാപങ്ങളെക്കുറിച്ചൊക്കെ പൊതുവായിട്ട് ഞാൻ പങ്കുവെച്ചു. അതുപോലെ സാബത്ത് നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കണം. ഞായറാഴ്ചയാണ് സാബത്ത് ദിവസം. അതേക്കുറിച്ച് യെശയ്യ 58:13 പറയുന്നുണ്ട്, സാബത്തിനെ ചവിട്ടിമെതിക്കുന്നെന്നും എൻ്റെ വിശുദ്ധ ദിവസത്തെ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നെന്നും നീ പിന്തിരിക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക. നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷണത്തെ ഏർപ്പെടുത്താതെയും സാബത്തിനെ ആദരിക്കുക. നമ്മുടെ സാബത്ത് ദിവസം മദ്യപിക്കാനും കള്ളുകുടിക്കാനും ചീട്ടുകളിക്കാനും തോന്നിവാസം കാണിക്കാനുള്ള ദിവസമല്ല സാബത്ത്. നമ്മുടെ സാബത്ത് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ്. അന്ന് മാതാപിതാക്കന്മാരും മക്കളും ഒന്നിച്ച് വിശുദ്ധാനെ പങ്കെടുക്കണം. മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ബാക്കി ദിവസമൊക്കെ ജോലിയുണ്ടല്ലോ. ഞായറാഴ്ച വീട്ടിൽ നിന്ന് കുറേ സമയം ബൈബിളൊക്കെ വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, പ്രാർത്ഥിക്കണം. വൈകുന്നേരം മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിന്ന് പ്രാർത്ഥിക്കണം. സാബത്ത് അശുദ്ധമാക്കരുത്. അന്ന് പണിക്ക്, കട തുറക്കാനും മറ്റു പണിക്കും ഒന്നും പോകാൻ പാടില്ല. ഞായറാഴ്ച വിശ്രമ ദിവസം, ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസം. അന്ന് അതിന് തന്നെ നമ്മൾ ഉപയോഗിക്കണം. പള്ളിയിൽ പോകണം, കുർബാനയിൽ പങ്കെടുക്കണം, കുഞ്ഞുങ്ങളെ വേദപാഠത്തിന് വിടണം,
അത് മാത്രമല്ല, അന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉച്ചയ്ക്കോ വൈകിട്ടോ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ അടിക്കണം. അന്ന് പല ജോലിക്കാർക്കും ജോലിയുള്ള ദിവസമല്ല, കുറേ സമയം ഇന്ന് ബൈബിൾ വായിക്കണം. നല്ല പുസ്തകങ്ങൾ, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റിയ നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതൊത്തിരി നല്ലതാണ്. അങ്ങനെയൊക്കെ നമ്മൾ സാബത്ത് ഒരു വിശുദ്ധ ദിവസമാക്കി, പ്രാർത്ഥന ദിവസമാക്കി മാറ്റണം. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സാബത്ത് വിശുദ്ധമായിട്ട് ആചരിച്ചാൽ അതിൻ്റെ അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകുകയും ചെയ്യും. അതുപോലെ നാവ് കൊണ്ട് ആണയിടുക, ചീത്ത വിളിക്കുക, ശപിക്കുക, പ്രാകുക പാടില്ല. നാവ് തീയാണ്. നാവ് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. നാവിനെ നമ്മൾ സൂക്ഷിക്കുക. ഒരിക്കലും നാവിനെ പാപകരമായ കാര്യത്തിന് ഉപയോഗിക്കേണ്ട പാടില്ല. ഞങ്ങളുടെ ശരീരത്തെ ലൈംഗികതയുടെ വിശുദ്ധിയിൽ കാത്ത് സൂക്ഷിക്കുക. ഒരിക്കലും മ്ലേച്ഛകരമായ ഒരു പാപത്തിലേക്കും ഞങ്ങൾ പോകരുത്. അതുപോലെ പലരും കണ്ണുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. കണ്ണുകൊണ്ട് മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ മ്ലേച്ഛത, ലോകത്തിലെ അശുദ്ധിയുടെ സൈറ്റുകളൊക്കെ കേട്ട് അശുദ്ധി മ്ലേച്ഛതയൊക്കെയാണ്. ധാരാളം മുതിർന്നവരുമുണ്ട്, യുവതിവാക്കന്മാരുമുണ്ട്. അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് പാടില്ല. അശുദ്ധി കണ്ണുകൾ കൊണ്ട് കാണരുത്, മ്ലേച്ഛത കാണരുത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത്. പരപുരുഷ ബന്ധത്തിൽ, തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെടരുത്. ആരോടെങ്കിലും മനസ്സിന് വൈരാഗ്യമുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് ആ വ്യക്തിയുമായിട്ട് നമ്മൾ നേരിട്ട് കണ്ട് ക്ഷമ ചോദിച്ച് രമ്യതപ്പെടണം. ഏതെങ്കിലും വൈദികരോട് മനസ്സിന് വൈരാഗ്യമുണ്ടെങ്കിൽ ക്ഷമിക്കണം. സിസ്റ്റേഴ്സിനോട് വെറുപ്പുണ്ടെങ്കിൽ ക്ഷമിക്കണം, രമ്യതപ്പെടണം. ഭാര്യ ഭർത്താക്കന്മാർ രമ്യതപ്പെടണം. മക്കളോട് എന്തെങ്കിലും വൈരാഗ്യം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ മക്കളോട് ക്ഷമിക്കണം. അതിനൊക്കെ നമ്മൾ തീരുമാനമെടുക്കണം. എങ്കിലേ നമ്മുടെ മേൽ വലിയ അനുഗ്രഹം കർത്താവിന് ചൊരിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അനുഗ്രഹത്താൽ നമ്മളെ കർത്താവിന് നിറയ്ക്കണമെങ്കിൽ എല്ലാവിധ പാപത്തിൻ്റെ വഴികളും ഉപേക്ഷിക്കണം, പൂർണ്ണമായിട്ട് ക്ഷമിക്കണം. മത്തായി 5:44 നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അപ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. നമ്മളോട് ശത്രുതയോടെ പെരുമാറുന്നവരോട് ക്ഷമിക്കണം. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.